കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് കോഴിക്കോട് വർണ്ണാഭമായ തുടക്കം. ഭദ്രദീപം കൊളുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ജാതിമത സ്പർദ്ധ വളർത്താനുള്ള കുൽസിത ശ്രമങ്ങൾക്കെതിരെ എഴുത്തുകാർ രംഗത്തിറങ്ങണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്ത് എവിടെ വായന മരിച്ചാലും കേരളത്തിൽ വായന മരിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലോകത്ത് എവിടെ വായന മരിച്ചാലും ഈ കേരളത്തിൽ വായന മരിക്കില്ല. അതിന്റെ സ്ഥിരീകരണമാണ് കേരളം. പുസ്തക വായന മരിക്കുന്നില്ല എന്ന് വിളിച്ചു പറയുകയാണ് പുസ്തകോത്സവങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ വളർച്ച പുസ്തക വായന ഇല്ലാതാക്കുമോ എന്ന ആശങ്ക പൊതുവിലുണ്ടായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ പുതിയ വായനയ്ക്ക് സാഹചര്യമൊരുക്കി. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നമുക്ക് ഏത് പുസ്തകവും വായിക്കാവുന്ന നിലയിലേക്ക് സാങ്കേതിക വിദ്യ വളർന്നെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. സാങ്കേതിക വിദ്യയുടെ വളർച്ച ഒരുക്കിയിട്ടുള്ള പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പുസ്തകങ്ങളും വായനയുമെല്ലാം പുതിയ തലങ്ങളിലേക്ക് വളരുന്നതാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇന്ത്യൻ ആർമി 122 ഇൻഫൻട്രി ബറ്റാലിയൻ അവതരിപ്പിച്ച ബാൻഡ് വാദ്യത്തോടെയാണ് KLFന്റെ ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ പ്രൊഫസർ K. സച്ചിദാനന്ദൻ ആമുഖ ഭാഷണം നടത്തി. തമിഴ്നാട് ധനവകുപ്പ് മന്ത്രി പളനിവേൽ ത്യാഗരാജൻ മുഖ്യാതിഥിയായി. മന്ത്രിമാരായ KN ബാലഗോപാൽ, അഹമ്മദ് ദേവർകോവിൽ, നൊബേൽ സമ്മാന ജേതാവ് അഡ ഇ യോനാഥ്, M. മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിനങ്ങളിലായി 6 വേദികളിലായാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വിവിധ പരിപാടികൾ നടക്കുന്നത്. നൊബേൽ സമ്മാന ജേതാക്കൾ, ബുക്കർ സമ്മാനം നേടിയ എഴുത്തുകാർ, സാഹിത്യ പ്രതിഭകൾ, നയതന്ത്രജ്ഞർ, ചലച്ചിത്ര നാടകരംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.